സാഹിത്യവും പത്രങ്ങളും. ഇന്ത്യയിൽ ദേശീയ പ്രചരിപ്പിക്കുന്നതിൽ സാഹിത്യകൃതികളും പത്രങ്ങളും പ്രധാന പങ്കുവഹിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധം സാഹിത്യത്തിൽ അലയടിച്ചു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾ, അവഗണനയും ചൂഷണവുമൊക്കെ സാഹിത്യകൃതിയിൽ പ്രതിപാദന വിഷയങ്ങളായി. അക്കാലത്തെ പ്രമുഖ എഴുത്തുകാരായിരുന്ന ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി മുതലായവരുടെ കൃതികൾ ജനങ്ങളിൽ ദേശീയബോധം വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. പ്രധാനപ്പെട്ട ദേശീയ സാഹിത്യകാരന്മാർ: ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളി ഭാഷയിലാണ് അവർ രചിച്ചത്. ലക്ഷ്മിനാഥ ബെസ്ബറുവ ആസാമീസ് ഭാഷയിൽ, വിഷ്ണു ശാസ്ത്രി ചിപ്ലിങ്കർ മറാത്തി ഭാഷയിലും, സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിലും, ഭാരതേന്ദു ഹരിശ്ചന്ദ്ര പ്രേംചന്ദ് ഹിന്ദി ഭാഷയിലും, അൽത്താഫ് ഹുസൈൻ അലി ഉറുദു ഭാഷയിലും, നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോൻ മലയാള ഭാഷയിലുമാണ് സാഹിത്യ കൃതികൾ രചിച്ചത്. ഇനി കുറച്ച് നമുക്ക് പത്രങ്ങൾ നോക്കാം. ഇവിടെ സൈഡിൽ അവരുടെ പടങ്ങളെ കൊടുത്തിട്ടുണ്ട്. ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി. ഇനി കുറച്ച് പത്രങ്ങൾ നോക്കാം. ഇത് എക്സാമിന് ചേരുംപേട് ചേർക്കാനും വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട്. അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. ദി ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ് ഭാഷയിലും, മാതൃഭൂമി അൽ അബീൻ എന്ന പത്രം മലയാള ഭാഷയിലുമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൽ പിന്നെ വരുന്നൊരു പോയിൻ്റാണ് ഇന്ത്യയിൽ നാട്ടുഭാഷ പത്ര നിയമം, അതായത് വെർണക്കുലർ പ്രസ് ആക്ട് നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ലിട്ടൻ പ്രഭു. ഇനി ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലുണ്ടായ സാമൂഹ്യ പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച രാജാറാം മോഹൻ റോയാണ്. 1772 ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു. ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവാശയങ്ങൾ സ്വാധീനിച്ചിരുന്നു. ഇതാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നോക്കാം. സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നിവ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ അദ്ദേഹം സ്ഥാപിച്ചു. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു.